ഏഴാം ക്ലാസ്സിലെ ഇന്നത്തെ വിക്ടേഴ്സ് ക്ലാസ്സിൽ പുതിയൊരു യൂണിറ്റ് സ്റ്റാർട്ട് ചെയ്തു. 9ാമത്തെ യൂണിറ്റ് ഗാന്ധിജി ആൻഡ് ദ ഫ്രീഡം സ്ട്രഗിൾ. അപ്പോൾ അതിൻ്റെ പാർട്ട് 1 വീഡിയോ ആണിത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ തന്നിട്ടുണ്ടായിരുന്ന ആക്ടിവിറ്റി സോൾവിങ്ങും മാത്രമല്ല കൂടുതൽ ക്വസ്റ്റ്യൻ ആൻഡ് ആൻസേഴ്സും ഇതിൻ്റെ അകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമ്മുടെ വിക്ടേഴ്സ് ആക്ടിവിറ്റിയിൽ ഉണ്ടായിരുന്ന 1ാമത്തെ ആക്ടിവിറ്റി റൈറ്റ് എ ഷോർട്ട് നോട്ട് ഓൺ ജാലിയൻ വാലാബാഗ് മസാക്കർ. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയെക്കുറിച്ച് ഒരു കുറിപ്പ് തയ്യാറാക്കുക. ഗാന്ധിജി കാൾഡ് ഫോർ സ്ട്രഗിൾ അഗൈൻസ്റ്റ് റൗലറ്റ് ആക്ട്. റൗലറ്റ് ആക്ടിനെതിരായിട്ട് സമരങ്ങൾ നടത്തുവാൻ ഗാന്ധിജി ആഹ്വാനം ചെയ്തു. ഗാന്ധിജി കോൾഡ് ഫോർ എന്ന് വെച്ചാൽ ആഹ്വാനം ചെയ്തു. എന്താണ്? സ്ട്രഗിൾ അഗൈൻസ്റ്റ് റൗലറ്റ് ആക്ട്. റൗലറ്റ് ആക്ടിന് എതിരായിട്ടുള്ള സമരങ്ങൾക്ക് ഗാന്ധിജി ആഹ്വാനം ചെയ്തു. In Punjab, Dr. Satyapal and Dr. Saifuddin Kichlu were the leaders and they were arrested. പഞ്ചാബിൽ ഈ സമരങ്ങൾക്ക് നേതൃത്വം നൽകിയത് ആരൊക്കെയായിരുന്നു? ഡോക്ടർ സത്യപാലും ഡോക്ടർ സൈഫുദ്ദീൻ കിച്ലു ആയിരുന്നു. പക്ഷേ അവർ അറസ്റ്റ് ചെയ്യപ്പെട്ടു. എ പബ്ലിക് മീറ്റിംഗ് വാസ് ഹെൽഡ് അറ്റ് ജാലിയൻ വാലാബാഗ് അഗെയിൻസ്റ്റ് ദിസ് അറസ്റ്റ്. ഈ അറസ്റ്റിനെതിരായിട്ട് ഒരു ജാലിയൻ വാലാബാഗിൽ ഒരു പബ്ലിക് മീറ്റിംഗ് നടക്കുകയായിരുന്നു. അപ്പോൾ എന്താ സംഭവിച്ചത്? ദ ബ്രിട്ടീഷ് സോൾജിയേഴ്സ് ഫയർഡ് ആൻഡ് മോർ ദാൻ 1000 പീപ്പിൾ വെയർ കിൽഡ് ആൻഡ് മെനി മോർ വെയർ ഇഞ്ചേർഡ്. അപ്പോൾ ഈ ബ്രിട്ടീഷ് സോൾജിയേഴ്സ് അല്ലെങ്കിൽ ബ്രിട്ടീഷ് പട്ടാളക്കാരെ എന്ത് ചെയ്തു? ഫയർ ചെയ്തു, വെടിയുതിർക്കുകയും അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് മോർ ദാൻ 1000 പീപ്പിൾ ഒരു 1000-ലധികം ആൾക്കാർ മരണപ്പെടുകയും മോർ ദാൻ 1000 പീപ്പിൾ വെയർ കിൽഡ് 1000-ലധികം ആൾക്കാർ മരണപ്പെടുകയും ആൻഡ് മെനി മോർ വെയർ ഇഞ്ചേർഡ് അതിനെക്കാട്ടിയും കൂടുതൽ ആൾക്കാർക്ക് പരിക്ക് പറ്റുകയും ചെയ്തു. The army did not permit anyone to nurse the wounded, to give them water or to remove the dead bodies. ഈ പറയുന്ന ബ്രിട്ടീഷ് ആർമി ഡിഡ് നോട്ട് പെർമിറ്റ് അനുവദിച്ചില്ല, എനിവൺ ആരെയും അനുവദിച്ചില്ല ടു നഴ്സ് ദ വൂണ്ടഡ് ഈ മുറിവ് പറ്റിയവരെ ശുശ്രൂഷിക്കുവാനോ പിന്നെ ടു ഗീവ് ദം വാട്ടർ അവർക്ക് വെള്ളം നൽകുവാനോ ഓർ ടു റിമൂവ് ദ ഡെഡ് ബോഡീസ് അവിടെ കിടക്കുന്ന ഡെഡ് ബോഡീസ് റിമൂവ് ചെയ്യാനോ ഈ പട്ടാളക്കാർ ആരെയും അനുവദിച്ചില്ല. ദിസ് ഈവൻറ്റ് ഈസ് നോൺ ആസ് ദ ജാലിയൻ വാലാബാഗ് മസാക്കർ. ഈ ഒരു ഈവൻറ്റ് ഈ ഒരു സംഭവമാണ് എന്തെന്നറിയപ്പെട്ടത്? ജാലിയൻ വാലാബാഗ് മസാക്കർ അല്ലെങ്കിൽ ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല എന്നറിയപ്പെട്ടത്. റൗലറ്റ് നിയമത്തിനെതിരായ പ്രക്ഷോഭം സംഘടിപ്പിക്കുവാൻ ഗാന്ധിജി ആഹ്വാനം ചെയ്തു. പഞ്ചാബിൽ സമരത്തിന് നേതൃത്വം നൽകിയ ഡോക്ടർ സത്യപാൽ, ഡോക്ടർ സൈഫുദ്ദീൻ കിച്ലു എന്നിവരെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഇതിൽ പ്രതിഷേധിച്ച് പഞ്ചാബിലെ ജാലിയൻ വാലാബാഗിൽ ജനങ്ങൾ ഒത്തുകൂടി. അപ്പോൾ അവിടെ എത്തിയ ബ്രിട്ടീഷ് പട്ടാളക്കാർ അവിടെ കൂടിയിരുന്ന ജനങ്ങൾക്കു നേരെ വെടിയുതിർത്തു. 1000-ൽ പരം ആൾക്കാർ വെടിയേറ്റു മരിച്ചു. മുറിവേറ്റവർ അതിലേറെ ആയിരുന്നു. എന്നാൽ ശവശരീരങ്ങൾ നീക്കം ചെയ്യുവാനോ പരിക്കേറ്റവരെ ശുശ്രൂഷിക്കുവാനോ ദാഹജലം നൽകുവാനോ പട്ടാളം അനുവദിച്ചില്ല. ഈ ദാരുണ സംഭവമാണ് ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല എന്ന പേരിൽ അറിയപ്പെടുന്നത്. ലിസ്റ്റ് ഔട്ട് ദ വേരിയസ് പ്രോഗ്രാംസ് കമാൻഡർ ദ ബോയ്ക്കോട്ട് ആൻഡ് കൺസ്ട്രക്റ്റീവ് പ്രോഗ്രാംസ് അനൗൺസ്ഡ് ബൈ ഗാന്ധിജി. നിസ്സഹകരണ സമരമുറകളിൽ ഗാന്ധിജി ആഹ്വാനം ചെയ്ത ക്രിയാത്മക പ്രവർത്തനങ്ങളും ബഹിഷ്കരണ പ്രവർത്തനങ്ങളും പട്ടികപ്പെടുത്തുക. ഇതാണ് 2ാമത്തെ ആക്ടിവിറ്റി. അപ്പോൾ എന്തൊക്കെയാണത്? അപ്പോൾ കൺസ്ട്രക്റ്റീവ് പ്രോഗ്രാംസിൽ വരുന്നത് 1ാമത്തത് ഹിന്ദു മുസ്ലിം യൂണിറ്റി, ഹിന്ദു മുസ്ലിം ഐക്യം. 2ാമത്തത് പോപ്പുലറൈസേഷൻ ഓഫ് ഖാദി വസ്ത്രങ്ങളുടെ പ്രചാരണം. ഇറാഡിക്കേഷൻ ഓഫ് അൺടച്ചബിലിറ്റി, അയിത്തോച്ചാടനം അല്ലെങ്കിൽ അയിത്തത്തെ ഉന്മൂലനം ചെയ്യുക. അടുത്ത എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് നാഷണൽ സ്കൂൾസ്, ദേശീയ വിദ്യാലയങ്ങൾ സ്ഥാപിക്കുക. ഇതൊക്കെയാണ് ക്രിയാത്മക പ്രവർത്തനങ്ങളിൽ അല്ലെങ്കിൽ കൺസ്ട്രക്റ്റീവ് പ്രോഗ്രാംസിൽ വരുന്നത്. ഇനി ബോയ്ക്കോട്ട് അല്ലെങ്കിൽ ബഹിഷ്കരണ പ്രവർത്തനങ്ങളിൽ വരുന്നത് ബോയ്ക്കോട്ടിംഗ് ഫോറിൻ ക്ലോത്ത്സ്, വിദേശ വസ്ത്ര ബഹിഷ്കരണം. അടുത്തത് നോൺ പേയ്മെന്റ് ഓഫ് ടാക്സ്, നികുതി നിഷേധം. പിന്നെ റിസൈനിങ് ജോബ്സ് ആൻഡ് റിനൗൺസിങ് ഓണേഴ്സ്, അതായത് പദവികൾ ഉദ്യോഗങ്ങൾ എന്നിവ ഉപേക്ഷിക്കൽ. അടുത്തെന്താണ്? ബോയ്ക്കോട്ടിംഗ് കോർട്സ്, കോടതി ബഹിഷ്കരണം. ഇതെല്ലാമാണ് ബഹിഷ്കരണ പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ ബോയ്ക്കോട്ട്സ്. ഇനി നമുക്ക് ഇതുവരെ പഠിപ്പിച്ചിട്ടുള്ള ബാക്കിയുള്ള ഈ യൂണിറ്റിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ആൻഡ് ആൻസർ സെക്ഷനിലേക്ക് കടക്കാം. വെൻ വാസ് ഗാന്ധിജി റിട്ടേൺ ടു ഇന്ത്യ ഫ്രം സൗത്ത് ആഫ്രിക്ക. സൗത്ത് ആഫ്രിക്കയിൽ നിന്ന് അല്ലെങ്കിൽ ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് ഗാന്ധിജി ഇന്ത്യയിലേക്ക് മടങ്ങിയെത്തിയത് എന്നാണ്? 1915 ജനുവരി 9-നാണ് ഗാന്ധിജി സൗത്ത് ആഫ്രിക്കയിൽ നിന്ന് ഇന്ത്യയിലേക്ക് മടങ്ങിയെത്തിയത്. എന്നാണ് പ്രവാസി ഭാരതീയ ദിവസ് ആയി നാം ആചരിക്കുന്നത്? എന്നാണ്? ജനുവരി 9-ന്. നോൺ റെസിഡൻറ്റ് ഇന്ത്യൻ ഡേ, അതായത് NRI ഡേ അല്ലെങ്കിൽ പ്രവാസി ഭാരതീയ ദിവസ് ഈസ് സെലിബ്രേറ്റഡ് ഓൺ ജനുവരി 9. NRI ഡേ, നോൺ റെസിഡൻറ്റ് ഇന്ത്യൻ ഡേ, പിന്നെ പ്രവാസി ഭാരതീയ ദിവസ് ഇതെല്ലാം ഒന്നാണ്. അതെന്നാണ് ആചരിക്കുന്നത്? ജനുവരി 9. അതായത് ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് ഇന്ത്യയിലേക്ക് ഗാന്ധിജി മടങ്ങിയെത്തിയതിനെ അനുസ്മരിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ഡേ ആചരിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ദ ആശ്രം എസ്റ്റാബ്ലിഷ്ഡ് ബൈ ഗാന്ധിജി. ഗാന്ധിജി സ്ഥാപിച്ച ആശ്രമം ഏതാണ്?
സബർമതി ആശ്രമം അറ്റ് അഹമ്മദാബാദ്. അഹമ്മദാബാദിലെ സബർമതി ആശ്രമമാണ് ഗാന്ധിജി സ്ഥാപിച്ച ആശ്രമം. അടുത്ത ക്വസ്റ്റ്യൻ, ഗാന്ധിജി എൻറ്റേർഡ് ഇൻ ടു ഇന്ത്യൻ പൊളിറ്റിക്സ് ത്രൂ 3 ലോക്കൽ അജിറ്റേഷൻസ്. വാട്ട് ആർ ദേ? ഗാന്ധിജി ഇന്ത്യൻ രാഷ്ട്രീയത്തിലേക്ക് കടന്നു വന്നത് 3 പ്രാദേശിക സമരങ്ങൾ നടത്തിക്കൊണ്ടായിരുന്നു. ഏതൊക്കെയാണ് ആ 3 പ്രാദേശിക സമരങ്ങൾ? ഒന്നാമത്തേത് ചമ്പാരൻ സത്യാഗ്രഹ ഇൻ ബീഹാർ. ബീഹാറിലെ ചമ്പാരൻ സത്യാഗ്രഹം. ടെക്സ്റ്റൈൽ മിൽ അജിറ്റേഷൻ ഇൻ അഹമ്മദാബാദ്. ഗുജറാത്തിലെ അഹമ്മദാബാദിലെ ടെക്സ്റ്റൈൽ മിൽ അജിറ്റേഷൻ, തുണിമിൽ സമരം. അടുത്ത മൂന്നാമത്തത് നോൺ ടാക്സ് അജിറ്റേഷൻ ഇൻ കേദ. ഗുജറാത്തിലെ തന്നെ കേദയിൽ നടന്ന നോൺ ടാക്സ് അജിറ്റേഷൻ, അതായത് നികുതി ഇളവിന് വേണ്ടിയിട്ടുള്ള സമരം. ഈ 3 സമരങ്ങളിലൂടെയായിരുന്നു ഗാന്ധിജി ഇന്ത്യൻ രാഷ്ട്രീയത്തിലേക്ക് കടന്നു വന്നത്. അടുത്തത് ചമ്പാരൻ സത്യാഗ്രഹത്തിനെ കുറിച്ച് ഒരു ചെറിയ ഷോർട്ട് നോട്ട് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. The first strike led by Gandhiji in India was the ചമ്പാരൻ സത്യാഗ്രഹ in 1917. ഗാന്ധിജി ഇന്ത്യയിൽ നടത്തിയ ആദ്യത്തെ സമരമായിരുന്നു ചമ്പാരൻ സത്യാഗ്രഹം. അതെന്നാ നടന്നത്? 1917 ഇത് നടന്നത്. It was against the exploitation of the indigo farmers of ചമ്പാരൻ in Bihar by the British planters. അതായത് ബ്രിട്ടീഷുകാരായ തോട്ടം ഉടമകൾ നീലം കർഷകരെ, ഇൻഡിഗോ ഫാർമേഴ്സിനെ എക്സ്പ്ലോയിറ്റേഷൻ എന്ന് വെച്ചാൽ ചൂഷണം ചെയ്യുന്നതിനെതിരായിട്ടായിരുന്നു ഈ സമരം നടത്തിയത്. അപ്പോൾ ഇത് എഗൈൻസ്റ്റ് എതിരായിട്ടായിരുന്നു. ഏതിൻ്റെ? ദ എക്സ്പ്ലോയിറ്റേഷൻ ഓഫ് ദി ഇൻഡിഗോ ഫാർമേഴ്സ്. നീലം കർഷകരെ ചൂഷണം ചെയ്യുന്നതിനെതിരായിട്ടായിരുന്നു ഈ സമരം. ആരാണ്? ബ്രിട്ടീഷ് പ്ലാന്റേഴ്സ് അല്ലെങ്കിൽ ബ്രിട്ടീഷുകാരായ തോട്ടം ഉടമകൾ. അപ്പോൾ ആസ് എ റിസൾട്ട് ദ പ്രോബ്ലംസ് ഓഫ് ഫാർമേഴ്സ് വെയർ സോൾവ്ഡ്. അതായത് ഇതിൻ്റെ ഫലമായിട്ട് ഫാർമേഴ്സിൻ്റെ, കർഷകരുടെ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കപ്പെട്ടു. ഇന്ത്യയിൽ ഗാന്ധിജി നേതൃത്വം നൽകിയ ആദ്യ സമരമാണ് 1917 ചമ്പാരൻ സത്യാഗ്രഹം. ബീഹാറിലെ ചമ്പാരനിലെ നീലം കർഷകരെ ബ്രിട്ടീഷ് തോട്ടമുടമകൾ ചൂഷണം ചെയ്യുന്നതിനെതിരായിട്ടായിരുന്നു ഈ സമരം. സത്യാഗ്രഹത്തിന്റെ ഫലമായി കർഷകരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെട്ടു. അടുത്തത് ടെക്സ്റ്റൈൽ മിൽ അജിറ്റേഷൻ, തുണിമിൽ സമരത്തിനെ കുറിച്ച് ഷോർട്ട് നോട്ടാണ്. ഇറ്റ് വാസ് ഗാന്ധിജീസ് ഫസ്റ്റ് ഹങ്കർ സ്ട്രൈക്ക്. ഇത് ഗാന്ധിജിയുടെ ആദ്യ നിരാഹാര സമരമായിരുന്നു. അപ്പോൾ ഗാന്ധിജിയുടെ ഇന്ത്യയിലെ ആദ്യ സമരം ഏതായിരുന്നു? ചമ്പാരൻ സത്യാഗ്രഹമായിരുന്നു. എന്നാൽ ഗാന്ധിജിയുടെ ഇന്ത്യയിലെ ആദ്യ നിരാഹാര സമരം ഏതായിരുന്നു? ടെക്സ്റ്റൈൽ മിൽ അജിറ്റേഷൻ അല്ലെങ്കിൽ തുണിമിൽ സമരം. ദിസ് സ്ട്രൈക്ക് ടുക്ക് പ്ലേസ് ഇൻ 1980. ചമ്പാരൻ സത്യാഗ്രഹം നടന്നത് 1917 എന്നാൽ ഈ ടെക്സ്റ്റൈൽ മിൽ അജിറ്റേഷൻ നടന്നത് 1918. ഇറ്റ് വാസ് ഫോർ ദ വേജ് ഹൈക്ക് ഓഫ് കോട്ടൺ മിൽ വർക്കേഴ്സ് ഇൻ അഹമ്മദാബാദ്. അഹമ്മദാബാദിലെ കോട്ടൺ മിൽ തൊഴിലാളികളുടെ വേതന വർധനവിന്, വേജ് ഹൈക്ക് എന്ന് വെച്ചാൽ വേതന വർധനവിന് വേണ്ടിയിട്ടുള്ളതായിരുന്നു ഈ സമരം. ഇറ്റ് വാസ് ഫോർ ദ വേജ് ഹൈക്ക് ഓഫ് കോട്ടൺ മിൽ വർക്കേഴ്സ് ഇൻ അഹമ്മദാബാദ്. അഹമ്മദാബാദിലെ കോട്ടൺ മിൽ വർക്കേഴ്സിന്റെ വേജ് ഹൈക്കിന് വേണ്ടിയിട്ട്, വേതന വർധനവിന് വേണ്ടിയിട്ടുള്ളതായിരുന്നു ഈ സമരം. അപ്പോൾ ഗാന്ധിജിയുടെ ആദ്യത്തെ നിരാഹാര സമരമായിരുന്നു ഇത്. ഈ സമരം നടന്നത് 1918 അഹമ്മദാബാദിലെ കോട്ടൺ മിൽ തൊഴിലാളികളുടെ വേതന വർധനവിന് വേണ്ടിയായിരുന്നു ഈ സമരം. അടുത്ത ക്വസ്റ്റ്യൻ, റൈറ്റ് എ ഷോർട്ട് നോട്ട് അബൌട്ട് ഖേദ സത്യാഗ്രഹ. ഖേദ സത്യാഗ്രഹത്തിനെ കുറിച്ച് ഒരു ചെറിയ കുറിപ്പ് എഴുതണം. ദിസ് സ്ട്രൈക്ക് ഫോർ ടാക്സ് റിലാക്സേഷൻ അല്ലെങ്കിൽ നികുതി ഇളവിന് വേണ്ടിയിട്ടായിരുന്നു ഈ സമരം നടന്നത്. ഇറ്റ് ടുക്ക് പ്ലേസ് ഇൻ 1980. ഇത് നടന്നത് എന്നായിരുന്നു? 1918. ആസ് എ റിസൾട്ട് ദ പ്രോബ്ലംസ് ഓഫ് ഫാർമേഴ്സ് വെയർ സോൾവ്ഡ്. ഇതിൻ്റെ ഫലമായിട്ട് കർഷകരുടെ പ്രോബ്ലംസ് എല്ലാം സോൾവായി, പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കപ്പെട്ടു. അപ്പോൾ നികുതി ഇളവിന് വേണ്ടിയായിരുന്നു ഈ സമരം. 1918 ഇത് നടന്നത്. ഈ സമരത്തിൻ്റെ ഫലമായി ഖേദയിലെ കർഷകരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെട്ടു. How do the strategies of the earlier movements led by Gandhiji differ from that of the extremist movements? Prepare a note based on your discussion. നമ്മുടെ ടെക്സ്റ്റിലുണ്ടായിരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. എന്താണ് ക്വസ്റ്റ്യൻ? തീവ്ര ദേശീയ കാലഘട്ടത്തിലെ സമര രീതികളിൽ നിന്ന് ഗാന്ധിജി നയിച്ച സമരങ്ങൾ എങ്ങനെയെല്ലാം വ്യത്യാസപ്പെട്ടിരിക്കുന്നു? ഇതാണ് ക്വസ്റ്റ്യൻ. The earlier movements led by Gandhiji were ചമ്പാരൻ സത്യാഗ്രഹ, കോട്ടൺ മിൽ അജിറ്റേഷൻ ആൻഡ് ഖേദ സത്യാഗ്രഹ. ഗാന്ധിജിയുടെ ആദ്യകാല സമരങ്ങൾ ഏതൊക്കെയായിരുന്നു? ചമ്പാരൻ സത്യാഗ്രഹം, പിന്നെ കോട്ടൺ മിൽ അജിറ്റേഷൻ, തുണിമിൽ സമരം, ആൻഡ് ഖേദ സത്യാഗ്രഹം എന്നിവയായിരുന്നു. ദീസ് ആർ ബേസ്ഡ് ഓൺ സത്യാഗ്രഹ, ദ ഗ്രേറ്റസ്റ്റ് ഇന്നോവേഷൻ ഓഫ് ഗാന്ധിജി. ഗാന്ധിജിയുടെ
ഒരു കണ്ടുപിടുത്തമായ സത്യാഗ്രഹം എന്ന ആ ഗാന്ധിജിയുടെ കണ്ടുപിടുത്തത്തിനെ ബേസ് ചെയ്തിട്ടുള്ളതായിരുന്നു ഈ സമരങ്ങളെല്ലാം. ആൻഡ് ഇറ്റ് ടുക്ക് പ്ലേസ് ഫോർ സോൾവിംഗ് ദ പ്രോബ്ലംസ് ഓഫ് ഫാർമേഴ്സ് ആൻഡ് വർക്കേഴ്സ് ആൻഡ് അഗെയിൻസ്റ്റ് ദ എക്സ്പ്ലോയിറ്റേഷൻ ഓഫ് ദി ബ്രിട്ടീഷ്. അതായത് ഈ സമരങ്ങളെല്ലാം നടന്നത് ഫാർമേഴ്സിൻ്റെയും പിന്നെ വർക്കേഴ്സിൻ്റെയും പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടും പിന്നെ ഏതിനെതിരായിട്ടായിരുന്നു? ആ ബ്രിട്ടീഷുകാരുടെ ചൂഷണങ്ങൾക്കെതിരായിട്ടുമായിരുന്നു. എഗൈൻസ്റ്റ് ദ എക്സ്പ്ലോയിറ്റേഷൻ ഓഫ് ദി ബ്രിട്ടീഷുകാരുടെ എക്സ്പ്ലോയിറ്റേഷൻ, ചൂഷണങ്ങൾക്ക് എഗെയിൻസ്റ്റ് കൂടിയായിരുന്നു ഈ സമരങ്ങളെല്ലാം നടന്നത്. എന്താണ് ഗ്രേറ്റസ്റ്റ് ഇന്നോവേഷൻ എന്ന് വെച്ചാൽ? ഗാന്ധിജിയുടെ മഹത്തായ ഒരു കണ്ടുപിടുത്തം. ഇന്നോവേഷൻ എന്ന് വെച്ചാൽ ഒരു കണ്ടുപിടുത്തം. എന്താണ്? സത്യാഗ്രഹ എന്ന ഒരു കണ്ടുപിടുത്തമാണ് അദ്ദേഹം നടത്തിയത്. അപ്പോൾ ഈ സത്യാഗ്രഹത്തിനെ ബേസ് ചെയ്തിട്ടുള്ളതായിരുന്നു അദ്ദേഹത്തിൻ്റെ സമരങ്ങളെല്ലാം. ചമ്പാരൻ സത്യാഗ്രഹം, തുണിമിൽ തൊഴിലാളി സമരം, ഖേദ സത്യാഗ്രഹം എന്നിവയായിരുന്നു ഗാന്ധിജിയുടെ നേതൃത്വത്തിലുള്ള ആദ്യകാല സമരങ്ങൾ. ഗാന്ധിജിയുടെ ഏറ്റവും വലിയ കണ്ടുപിടുത്തമായ സത്യാഗ്രഹത്തെ അടിസ്ഥാനമാക്കിയുള്ളവയാണ് ഇതെല്ലാം. കർഷകരുടെയും തൊഴിലാളികളുടെയും പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനും ബ്രിട്ടീഷുകാരുടെ ചൂഷണത്തിനെതിരെയുമായിരുന്നു ഈ സമരങ്ങളെല്ലാം തന്നെ. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് പവേഴ്സ് ഡിഡ് ദ ബ്രിട്ടീഷ് ഗവൺമെന്റ് ഗെയിൻ ത്രൂ ദ ഇംപ്ലിമെന്റേഷൻ ഓഫ് ദി റൗലറ്റ് ആക്ട്? റൗലറ്റ് ആക്ട് നടപ്പാക്കിയതിലൂടെ ബ്രിട്ടീഷ് ഗവൺമെന്റിന് എന്തെല്ലാം അധികാരങ്ങളാണ് ലഭിച്ചത്? അറസ്റ്റ് ആൻ ഇന്ത്യൻ വിത്തൗട്ട് എനി വാറന്റ്. വാറണ്ടില്ലാതെ ഏതൊരു ഇന്ത്യക്കാരനെയും അറസ്റ്റ് ചെയ്യാം, ഒന്നാമത്തത്. രണ്ടാമത്, ഡിറ്റെയിൻ എനി ഇന്ത്യൻ ഇൻഡെഫിനിറ്റ്ലി വിത്തൗട്ട് ട്രയൽ. അതായത് വിചാരണ കൂടാതെ, അതായത് ഡീറ്റെയിൻ എന്ന് വെച്ചാൽ തടങ്കലിൽ വയ്ക്കുക എന്നാണ് മീറ്റിംഗ്. ഡീറ്റെയിൻ എന്ന് വെച്ചാൽ തടങ്കലിൽ വയ്ക്കുക. എനി ഇന്ത്യൻ, ഏതൊരു ഇന്ത്യക്കാരനെയും ഡീറ്റെയിൻ ചെയ്യുക, തടങ്കലിൽ വയ്ക്കാം. എങ്ങനെ? ഇൻഡെഫിനിറ്റ്ലി, അനിശ്ചിത കാലത്തേക്ക്, വിത്തൗട്ട് ട്രയൽ, വിചാരണ കൂടാതെ. അപ്പോൾ വിചാരണ കൂടാതെ അനിശ്ചിത കാലത്തേക്ക് ഏതൊരു ഇന്ത്യക്കാരനെയും തടവിൽ വയ്ക്കാം. അടുത്ത മൂന്നാമത്തെ എന്താണ്? കണ്ടക്ട് ട്രയൽസ് ഇൻ സ്പെഷ്യൽ ട്രിബ്യൂണൽസ്. സ്പെഷ്യൽ ട്രിബ്യൂണൽസ് എന്ന് വെച്ചാൽ പ്രത്യേക കോടതികളിൽ കണ്ടക്ട് ട്രയൽസ് എന്താണ്? രഹസ്യ വിചാരണ നടത്താം, അല്ലെങ്കിൽ ട്രയൽസ്, വിചാരണ നടത്താം. വിചാരണ എങ്ങനെ നടത്താമെന്ന്? സ്പെഷ്യൽ ട്രിബ്യൂണൽസിൽ അല്ലെങ്കിൽ പ്രത്യേക കോടതികളിൽ വിചാരണ നടത്താം. അതാണ് മൂന്നാമത്തത്. അടുത്ത, ഡെനി ദ റൈറ്റ് ഓഫ് അപ്പീൽ പെറ്റീഷൻ. അപ്പീൽ പെറ്റീഷനുള്ള റൈറ്റ്, അവകാശം നിഷേധിക്കാം. ഡെനി എന്ന് വെച്ചാൽ നിഷേധിക്കുക, റൈറ്റ് എന്ന് വെച്ചാൽ അവകാശം. അപ്പീൽ പെറ്റീഷനുള്ള അവകാശം നിഷേധിക്കാം, അല്ലെങ്കിൽ കോടതി വിധിക്കെതിരെ അപ്പീൽ നിഷേധിക്കാം. അടുത്ത ക്വസ്റ്റ്യൻ, റൗലറ്റ് ആക്ട് വാസ് പാസ്ഡ് ഇൻ. റൗലറ്റ് ആക്ട് എന്നാണ് പാസ്സാക്കിയത്? 1919 റൗലറ്റ് ആക്ട് പാസ്സാക്കിയത്. ഇത് പാസ്സാക്കിയത് ആരാണ്? ജസ്റ്റിസ് റൗലറ്റ് എന്നറിയപ്പെടുത്ത ഒരു ജസ്റ്റിസാണ് ഈ റൗലറ്റ് ആക്ട് പാസ്സാക്കിയത്. അതുകൊണ്ടാണ് ഇതിന് റൗലറ്റ് ആക്ട് എന്ന പേര് വന്നത്. ഇന്ത്യക്കാർ ഇതിനെ എന്തെന്നാണ് വിശേഷിപ്പിച്ചത്? ബ്ലാക്ക് ആക്ട് അല്ലെങ്കിൽ കരിനിയമം എന്നാണ് ഇന്ത്യക്കാർ ഇതിനെ വിശേഷിപ്പിച്ചത്. അടുത്ത ക്വസ്റ്റ്യൻ, ഹൂ ലെഡ് ദ അജിറ്റേഷൻസ് അഗൈൻസ്റ്റ് ദ റൗലറ്റ് ആക്ട് ഇൻ പഞ്ചാബ്. പഞ്ചാബിലെ റൗലറ്റ് ആക്ടിനെതിരായിട്ടുള്ള സമരങ്ങൾക്ക് നേതൃത്വം നൽകിയത് ആരൊക്കെയാണ്? ഡോക്ടർ സത്യപാൽ ആൻഡ് ഡോക്ടർ സൈഫുദ്ദീൻ കിച്ലു. ഡോക്ടർ സത്യപാലും ഡോക്ടർ സൈഫുദ്ദീൻ കിച്ലു ആയിരുന്നു പഞ്ചാബിലെ റൗലറ്റ് ആക്ടിനെതിരെയുള്ള പ്രതിഷേധങ്ങൾക്ക് നേതൃത്വം നൽകിയത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, മാത്രമല്ല കൂട്ടുകാർക്കായി ഷെയർ ചെയ്യുക. താങ്ക്